വരുന്നു. ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ ഏട്ടൻ്റെ അമ്മ പച്ചമഞ്ഞൾ അരച്ച് എൻ്റെ മുതുകത്തൊക്കെ തേച്ചു ചൂടുവെള്ളം റെഡിയാക്കി വെക്കുന്നു. കുളിക്കാൻ ഞാൻ പോകുന്നു, കുളിക്കുന്നു, വരുന്നു. പിന്നെ കുട്ടിക്ക് ഉറക്കം കുറഞ്ഞു തുടങ്ങി. മോൻ രാത്രി ഉറങ്ങില്ല. ഉറങ്ങിച്ചാൽ രാവിലെ എപ്പോഴാണ് നമ്മൾ ഉറങ്ങാന്ന് പറയാൻ പറ്റില്ല. അത്രയും 3 മണി 4 മണി, അതായത് ഏട്ടൻ വർക്ക് കഴിയുന്ന വരെ ഞാൻ നോക്കും. അത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അവിടുത്തെ കുഞ്ഞാൽ. അപ്പോൾ രാവിലെ നമ്മൾ ഉണരാൻ വൈകും. എന്താ വെച്ചാൽ കുട്ടി ഉറങ്ങുമ്പോഴില്ലേ നമ്മൾ അമ്മ കൂടെ കിടന്നില്ല. അപ്പോൾ 90 കഴിയാതെ അടുക്കളയിലും കയറേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതി. പക്ഷേ അതല്ല, കുഞ്ഞ് രാത്രി ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയും. ഓക്കെ, ഞാൻ പറയാൻ വന്ന ഇവിടെ പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സോറി കേട്ടോ. അതായത് ഇവിടെ വന്നാൽ രാവിലെ കുഞ്ഞത് കുറച്ച് നേരം ഉറങ്ങുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് രാത്രി നേരം വൈകി ഉറങ്ങിയിട്ട് കുഞ്ഞ് ഉറങ്ങാതെ രാവിലെ കുറച്ച് നേരമാണ് കുഞ്ഞ് ഉറങ്ങുക. അപ്പോൾ രാവിലെ ആകുമ്പോൾ സജുവേട്ടൻ്റെ അമ്മയ്ക്ക് രാവിലെ തന്നെ കുട്ടീനെ കുളിപ്പിക്കണം. കുട്ടി ഉറങ്ങണ നേരത്ത് കുട്ടീനെ കുളിപ്പിക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ നെഞ്ചിനകത്തൊരു വിങ്ങൽ പോലെ. കുട്ടി ഇത്രയും നേരം ഉറങ്ങാതിരുന്നു. ഇപ്പോൾ ഉണർത്തിയാലും ഞാൻ തന്നെ അതിന് ഉറക്കണ്ടേ. അവന് ഉറങ്ങണ വരെ എനിക്കും നല്ല ടയർഡുണ്ട്. രാത്രി ഉറങ്ങാത്തതിൻ്റെ അസ്വസ്ഥതകളുണ്ട്. ഏട്ടൻ വർക്കിനും പോകുന്നു. ഞങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു. വർക്കിന് പോകുന്ന സമയം ശരിയാവുന്നില്ല, എണീക്കുന്ന സമയം ശരിയാവണില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാലും അപ്പോഴത്തെ കാര്യമാണ്. അപ്പോൾ അമ്മയ്ക്ക് രാവിലെ കുളിപ്പിച്ചേ മതിയാവും കുട്ടീനെ. അങ്ങനെ കുട്ടീനെ കുളിപ്പിക്കാൻ തന്നെ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു. കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടി കുട്ടീനെ കൊടുക്കുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ആ സമയം നമ്മൾ കുട്ടിയായിട്ട് വളരെ അറ്റാച്ച്ഡാണ്. അപ്പോൾ കുട്ടീനെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു വിഷമാണത്. അതായത് ഞാൻ പറഞ്ഞ ഈ ഡിപ്രഷൻ്റെ ഭാഗമാണോ അതെന്ന് ഞാൻ സംശയിക്കുന്നു. എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു വിഷമം. ഈ അമ്മ ഇങ്ങനെ ആ നേരത്തെ കുട്ടീനെ ഉണർത്തി കൊണ്ടുപോകൽ മാത്രമല്ല, ഇവർ കുട്ടിയുടെ മേൽ വെള്ളം ഒഴിക്കുമ്പോൾ കുട്ടി കരയാണ്. എന്താണെന്നറിയാതെ അലറി കരയാണ്. അങ്ങനെ കുറേ ദിവസം കുട്ടി കരഞ്ഞു. അങ്ങനെ ഏട്ടൻ പറഞ്ഞു, ഒരു ദിവസം ഞാനൊന്ന് കുളിപ്പിച്ച് നോക്കട്ടെ. ഒരു ദിവസം കുട്ടീനെ ഏട്ടൻ കുളിപ്പിച്ചപ്പോൾ കുട്ടി കരയണില്ല. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. അവർ കുളിപ്പിക്കുമ്പോൾ മാത്രം അവരെന്നാൽ സാധാരണ രീതിയിലാണ്. വെള്ളം ചൂട് അധികമായിട്ടാണോ എന്ന് ഞാനിപ്പോൾ സംശയിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ലൈറ്റ് ചൂടാണോ എന്താണെന്നറിയില്ല. അന്ന് ഇവർ കുളിപ്പിക്കുമ്പോൾ മാത്രം കുട്ടി ഭയങ്കരമായിട്ട് കരയായിരുന്നു. അങ്ങനെ പിന്നെ കുറേ നാൾ അപ്പോൾ ഏട്ടൻ പറഞ്ഞു, കുറച്ച് നാൾ നാട്ടിൽ പോയിട്ട് നിന്ന് നോക്കുക. അവിടെ ആണെങ്കിൽ അമ്മമ്മയുണ്ട്, അച്ഛമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. കുട്ടീനെ മാറി കിടക്കാമെന്ന് കുറച്ച് നാൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. 1 മാസം അവിടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ വന്ന സമയത്ത് കുട്ടി കരയുമല്ലോ, വിശന്ന് കരയുമ്പോൾ നമുക്ക് ഈ ഫോർമുല മിൽക്ക് കലക്കുന്നതിനൊരു ടൈം ഉണ്ടല്ലോ. അപ്പം ഭയങ്കര വിശന്നിട്ട് കരയും. നമ്മൾ സാധാരണ പാലെടുത്ത് കൊടുത്ത് പാലില്ല. അപ്പോൾ കുട്ടി വിശന്ന് അലറി കരയും. അപ്പം ഫോർമുല മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചൂടുവെള്ളം നേർപ്പിച്ചിട്ട് വെള്ളം തണുത്ത് ഈ മിൽക്ക് കലക്കി ആ കുഞ്ഞിന് കുടിക്കാൻ പാകമായിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയില്ല. വേറെ എനിക്ക് വല്ല ഐഡിയ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇത് കലക്കണ ഗ്യാപ്പിൽ കുട്ടി അലറി കരയും. അപ്പോൾ ഈ കുട്ടി കരയണ നേരത്ത് പാലും കൊടുക്കണം, നമ്മുടെ പാലും കൊടുക്കണം, അതേപോലെ ഫോർമുല മിൽക്കും കൊടുക്കണം. കുറച്ച് കൊണ്ടുവരാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ ആ സമയമാകുമ്പം വാതിലടച്ചിട്ടുണ്ടാവും. അപ്പോൾ അമ്മ, അച്ഛൻ, അവിടെ ഉള്ളവർ എല്ലാവരും, ഏട്ടല്ല ബാക്കി ഉള്ളവരെല്ലാവരും കൂടെ വാതിൽ വന്ന് ഭയങ്കരമായിട്ട് എന്താ കുട്ടി കരയണേ ഓരോ ചോദ്യമാണ്. ആ ചോദ്യം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന പോലെ ഈ ചോദ്യം, കുട്ടി എന്താ കരയണ്. അതിൻ്റെ കൂടെ അച്ഛൻ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, കുട്ടീനെ കൊടുത്തിട്ട് ആ ഹാളിൽ കിടത്താൻ പറയും, കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നത്. അതെൻ്റെ ഉള്ളിലൊരു കുത്തൽ പോലെയാണ് എനിക്കുണ്ടായത്. അതായത് കുട്ടീനെ കൊണ്ടുവരാൻ പറയും. കുട്ടിയുടെ അമ്മ എന്ന് പറയുന്നത് ഞാനല്ലേ. എൻ്റെ ഉള്ളിൽ ആ പരിഗണന ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടിയുടെ അമ്മ ഞാനല്ലേ. ആ അമ്മ പാല് കൊടുത്താലല്ലേ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്തേണ്ടത്. അപ്പോൾ ആ കുഞ്ഞിനെ എന്തിന് അങ്ങോട്ട് കൊണ്ടുവന്ന് കിടത്താൻ പറയണു? എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കിടത്താൻ പറയണത്? ആ കുഞ്ഞിനെ ആ പാല് കൊടുക്കും, എന്തെങ്കിലും പാല് കൊടുത്ത് കുട്ടീനെ സമാധാനിപ്പിക്കും, അങ്ങനെ പറയുന്നതിന് കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറയണത് എന്തിനാന്ന് അതെനിക്ക് ഭയങ്കര ഹേർട്ട് ചെയ്തു. ആദ്യത്തെ ഹേർട്ട് ചെയ്തതായിരുന്നു. എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറയുന്നത് എനിക്കിപ്പോഴും എനിക്കറിയില്ല. അപ്പം കുട്ടീനെ ഇങ്ങോട്ട് ഹാളിൽ കൊണ്ടുവന്ന് കിടത്താൻ പറയും, ഇങ്ങോട്ട് കൊണ്ടുവന്ന് കിടത്താൻ പറയുന്നു. അത് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞു പോയി. അത് ഞാൻ പിന്നെ അങ്ങ് വിട്ട് കളഞ്ഞു. എന്തെങ്കിലും പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ച് വിട്ട് കളഞ്ഞു. പിന്നെ നോക്കുമ്പോൾ ഈ കുഞ്ഞ് അവൻ അമ്മയായിട്ടാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ കുഞ്ഞ് എന്നെ ഇങ്ങനെ വരുമ്പോൾ കുഞ്ഞ് എന്നെ ഇങ്ങനെ നോക്കണം. കുഞ്ഞു മുഖം അവൻ അമ്മേനെ നോക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അമ്മേനെ ഇങ്ങനെ നോക്കുമ്പോൾ ഞാനത് ആസ്വദിക്കുന്നുണ്ട്. എൻ്റെ മകൻ എന്നെ നോക്കുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയാണ്. അപ്പം ഞാനതിനിങ്ങനെ നോക്കണ നേരത്ത് തന്നെ
അപ്പം തന്നെ അച്ഛൻ പറയുന്നത് ഏയ് എന്താ അങ്ങോട്ട് നോക്കണ്, എൻ്റെ അച്ഛരിക്കുണ്ട് അവിടെ, എന്താ അങ്ങോട്ട് നോക്കണം എന്നുള്ള രീതിയിൽ കുട്ടീനെ തമാശ രൂപത്തിൽ കളിയാക്കി ഇങ്ങനെ പറഞ്ഞു. അച്ഛൻ തമാശ പറഞ്ഞു, അച്ഛൻ പോയി. പക്ഷെ അതെനിക്ക് ഹേർട്ടായി. കുട്ടിയുടെ അമ്മേനെയല്ലേ നോക്കണത്. അപ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം, ആനന്ദം, എൻ്റെ ആദ്യത്തെ കുഞ്ഞുണ്ടാവും, ആ കുഞ്ഞ് എന്നെ നോക്കുന്നതിനുള്ള ആനന്ദം, അതൊരു നിമിഷം അങ്ങോട്ട് തകർന്നു പോയി. അതൊക്കെ ഈ പോസ്റ്റ് ഡെലിവറി ഡിപ്രഷൻ്റെ ഭാഗമായിരിക്കും എന്നാണ് അതായത് ഡെലിവറിക്ക് ശേഷമുള്ള ഡിപ്രഷൻ്റെ ഭാഗമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അങ്ങനെ വിചാരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെന്താ പറയുക, ഈ കുഞ്ഞിൻ്റെ കാലൊരു തള ഇങ്ങനെ ഇട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വളച്ചിട്ടൊരു സാധനം ഇടല്ലേ, ഈ തള ഇവനിങ്ങനെ കാലിട്ട് അടിക്കുമ്പോൾ ഈ തള നിലത്ത് ഇങ്ങനെ അടിക്കും, കട്ടിലൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ അവൻ്റെ കാല് വേദനിക്കുന്നു. അപ്പം നമ്മുടെ അമ്മ, ഞാനൊരു അമ്മ, എനിക്ക് ആ കുഞ്ഞ് വേദനിക്കുന്ന, കുഞ്ഞിൻ്റെ കാല് വേദനിക്കുന്നുണ്ട്. അവനെടുത്ത് മാറ്റുന്നത് അറിയില്ല, അവൻ്റെ എല്ലാം ഞാനല്ലേ ചെയ്തു കൊടുക്കണത്, ഞാനല്ലേ ചെയ്യേണ്ടത്. അപ്പം ഞാനത് ഊരി മാറ്റി. ഏട്ടനോട് കാര്യം പറഞ്ഞു, ഏട്ടൻ മനസ്സിലാക്കി. കുഴപ്പമില്ല, നീ ഊരി മാറ്റി. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ വരണം, എന്താ തളയിടാത്ത, തളിട്ട് കൊടുക്ക്. ഞാൻ മിണ്ടണില്ല. അതിൽ ഡോക്ടറെ കണ്ണെഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്താ കണ്ണെഴുതാത്ത, വരണവരും പോണവരും ഒക്കെ അങ്ങനെ കുത്തുക, കണ്ണെഴുതിക്കാത്ത എന്താ, കണ്ണെഴുത്. അതേപോലെ ഈ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി അവർ കുളിപ്പിക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ കുഞ്ഞ് കരയുമ്പോൾ എൻ്റെ നെഞ്ചിനകത്ത് ഇങ്ങനെ എനിക്ക് വേദനയാണ്. ഞാൻ ഒരു വീഡിയോ ഉണ്ട്, കുഞ്ഞ് കരയുമ്പോൾ എനിക്കിവിടെ, അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഭയങ്കര വിഷമമാണ് നമുക്ക്. അപ്പോൾ അവൻ്റെ കരച്ചിൽ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ നെഞ്ചിൽ ചേർത്ത് പിടിക്കാമെന്ന് ഞാൻ വിചാരിക്കും. കരച്ചിൽ കഴിഞ്ഞിട്ട് ഞാൻ ഓടി ചെല്ലുമ്പോൾ കുട്ടീനെ എൻ്റെ കയ്യിൽ തരില്ല. കുട്ടീനെ നേരം നാത്തൂൻ്റെ കയ്യിൽ അമ്മ കൊടുത്തിട്ട് പറയും, കൊണ്ടുപോയി കണ്ണെഴുതിക്കൂന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവർക്ക് സ്നേഹം കൊണ്ടായിരിക്കും, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചിന്തയാണ് പ്രശ്നം, എൻ്റെ ചിന്തയായിരിക്കാം. അപ്പോൾ അത് കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ എന്നാലും സമാധാനിച്ചു. അവരുടെ അടുത്ത് വെറുതെ വർത്തമാനത്തിന് പോകരുത്, കാരണം അവർക്ക് ഇഷ്ടമാണ്, അവരുടെ കുട്ടിയും കൂടിയല്ലേ. അന്ന് വെച്ചാൽ സമാധാനിച്ച് നോക്കും, കുട്ടി ഭയങ്കരമായിട്ട് കരയുന്നു. നോക്കുമ്പോൾ എന്താ, ഈ കണ്ണ് എഴുതരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ കുട്ടിയുടെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ എഴുതി, കൺമശി എല്ലാം കൂടി ഇവിടെ എല്ലാം കൂടെ ആയിട്ട്, ഇവിടെ ഒക്കെ കണ്ണിൻ്റെ ഉള്ളിൽ കൺമശി വിട്ട് കുട്ടിയാണ് കണ്ടത്. ഞാനങ്ങ് ഇല്ലായിപ്പോയി. എനിക്കറിയില്ല എൻ്റെ ആ മാനസികാവസ്ഥ എന്താണെന്ന്. ഞാൻ വേഗം കുഞ്ഞിനെയും എടുത്ത് കണ്ണെല്ലാം തുളച്ചു കൊണ്ടുപോയി. കുഞ്ഞിൻ്റെ കൈസ്പർശയേറ്റ അപ്പം കരച്ചിൽ നിർത്തും. എൻ്റെ കൈ അവനറിയാം, ഞാൻ എടുത്ത അവനറിയാം, അപ്പം കരച്ചിൽ നിർത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ നമുക്ക് ചേർത്ത് പിടിക്കാൻ തോന്നില്ല, അതെനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് കുട്ടിയുടെ കുളിപ്പിക്കരുത്, നാട്ടിൽ പോയി വന്നേ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കുളിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാനത് ഇങ്ങനെ ഏറ്റെടുത്തു. എൻ്റെ കുട്ടീനെ ഞാൻ കുളിപ്പിച്ചോളാം, കാരണം കുട്ടി കരയണ എനിക്ക് സഹിക്കാൻ വയ്യ, ഞാൻ കുളിപ്പിച്ചോളാം എന്നായി. അത് കഴിഞ്ഞിട്ട് ഈ കൺമശി എഴുതുന്നത് പിന്നെ ഒരു ദിവസം ഞാൻ കുഞ്ഞിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ കുഞ്ഞെൻ്റെ ചൂട് പറ്റി ഇങ്ങനെ എൻ്റെ നെഞ്ചിലിങ്ങനെ മാറിൽ ചേർന്ന് കിടന്നുറങ്ങുകയാണ്. പെട്ടെന്ന് അച്ഛൻ വന്നിട്ട് പറഞ്ഞു, അയ്യോ എൻ്റെ കുട്ടിയുടെ മൂക്ക് മാറ്റി പിടിക്കും. അപ്പോൾ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചത് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ആക്കേണ്ടി വന്നു, ഇങ്ങനെ ചേർത്ത് പിടിച്ച് പെട്ടെന്ന് നിവർത്തേണ്ടി വന്നു, മാറ്റി പിടിക്കും. അപ്പോൾ അവിടേക്ക് എനിക്ക് ഒരു അമ്മ പരിഗണിക്കപ്പെടുന്നില്ല. അതായത് കുഞ്ഞ് കരയുമ്പോൾ ഞാൻ ചിലപ്പോൾ ബാത്റൂമിൽ എവിടെയെങ്കിലും പോകുമ്പോൾ മോൻ ഉറങ്ങിയിട്ടായിരിക്കും. അപ്പോൾ മോൻ ഉണർന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും കുപ്പി കഴുകാൻ, കുട്ടിയുടെ ആ ഫോർമുല ലെവൽ കൊടുക്കും, കുപ്പി കഴുകാനൊക്കെ ആയിരിക്കും. അത് കുപ്പി കഴുകുമ്പോൾ കുട്ടി കരയുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കും, കുട്ടി ഇതാ കരയുണ്ടിട്ടോ, വന്ന് പാല് കൊടുക്കുക അല്ലെങ്കിൽ അതെടുത്ത് കൊടുക്കുക എന്ന് ആരെങ്കിലും പറയുന്നു. പക്ഷേ കുട്ടി കരയുമ്പോൾ ഒരാൾ പോലും അത് പറയണില്ല. ഞാൻ ഓടി വരുമ്പോഴേക്കും കുട്ടീനെ എടുത്തിട്ട് അവർ എൻ്റെ കയ്യിൽ കുട്ടീനെ തരാതെ ഇവർ താലോലിച്ച് ഉറക്കാനോ അവരുടെ കഴിവ് തെളിയിക്കാനാണോ എന്ന് എനിക്കറിയില്ല. അവർ കുട്ടീനെ അങ്ങനെ ശ്രമിക്കുകയാണ്. എന്താ അവർ അമ്മയായിട്ട് പരിഗണിച്ചിട്ടാ നോക്കും, മോക്ക് പാല് കൊടുത്തൊക്കെ കുട്ടിയുടെ കരച്ചിൽ മാറ്റും എന്ന് വിചാരിച്ചവർ തരുമെന്ന് ഞാൻ പലപ്പോഴും പ്രതീക്ഷിക്കും. പക്ഷെ അങ്ങനെ ഒരു തരലുണ്ടാവണില്ല. ഇവർ താരാട്ടണം, ഇവർ അങ്ങോട്ട് പോകണം, റൂമിലേക്ക് എടുത്തിട്ട് പോകണം, അങ്ങനെ. അപ്പൊക്കെ എൻ്റെ ഉള്ളിൽ ഒരു പരിഗണന കിട്ടുന്നില്ല. എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ അപ്പം എൻ്റെ ചിന്ത, അതായത് എനിക്ക് കുട്ടിക്ക് കൊടുക്കാൻ പാലില്ല, ഈ ചിന്തകളും ഇതെല്ലാം എന്നെ വല്ലാതെ അലട്ടും. പാല് കൊടുക്കാൻ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പോൾ വാതിൽ പടപടാന്ന് അടിക്കലും, കുട്ടീനെ ഞാൻ അമ്മയുടെ പൊന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയുടെ പൊന്നേന്ന് അപ്പം എനിക്ക് കൺഫ്യൂഷൻ, കുട്ടിക്ക് അമ്മ എന്ന് വിളിക്കാം. അപ്പം എൻ്റെ ചിന്ത പോണത് ഇങ്ങനെ കേട്ടോ. അപ്പോൾ കുട്ടി കൺഫ്യൂസ്ഡ് ആയി പോവും, അമ്മ ഏതാ അമ്മായി ഏതാന്ന് കുട്ടിക്ക് അങ്ങനെയൊക്കെ എൻ്റെ ചിന്ത ഇതാണ്. ഇതൊക്കെയാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കടന്നുപോയ എൻ്റെ അവസ്ഥകളാണ് കേട്ടോ. എൻ്റെ ചിന്താക്കുഴപ്പമായിരിക്കാം.
അപ്പോൾ കൺഫ്യൂഷനായി പോവോ കുട്ടിക്ക്. അതേപോലെ ഞാൻ കുട്ടീനെ ഒന്ന് നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞ ഉടനെ ഏട്ടൻ്റെ അമ്മ വന്നിട്ട് അപ്പം തന്നെ സ്പോട്ടിൽ തന്നെ എൻ്റെ അടുത്ത് നിന്ന് അവരും മേടിക്കും. ഞാൻ ഉമ്മ വെച്ചാൽ അവർ ഉമ്മയ്ക്കും, ഞാൻ രണ്ടും വെച്ചാൽ അവർ മേടിച്ച് രണ്ടും വയ്ക്കും. അതായത് എനിക്ക് എൻ്റെ ആ ഒരു പ്രൈവറ്റ് ആയിട്ടൊന്നും സ്നേഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അങ്ങനെ സ്നേഹിക്കണം, എൻ്റെ മോനെ ഒന്ന് എൻ്റേതായിട്ടൊന്ന് ചിരിത്ത് പിടിക്കാൻ അത് പറ്റണില്ല. അങ്ങനെ കുറേ ദിവസങ്ങളിങ്ങനെ കടന്നു പോവാണ്. അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിൽ പാല് ഫോർമുല മിൽക്കാണ് കൊടുക്കണത്. അപ്പോൾ കുട്ടിക്ക് അമ്മ ആരാൻ തിരിച്ചറിയില്ല. ഞാനാണ് എൻ്റെ ചിന്ത പോകണത്, എൻ്റെ കുട്ടിയുടെ അമ്മ എന്ന് എനിക്ക് തിരിച്ചറിയില്ല. അവൻ അതെന്താ അങ്ങനെ എല്ലാവരും എന്നെ പരിഗണിക്കാത്തത് എന്നൊരു ചിന്ത ഇങ്ങനെ വരികയാണ്. പരിഗണിക്കപ്പെടണമല്ലോ എപ്പോഴാണെങ്കിലും, അത് ചിന്ത വരികയാണ്. ആശാവർക്കറെ ഫോൺ വിളിച്ച് വരുത്തി, ആശാവർക്കർ വന്ന് അവരോട് സംസാരിച്ചു. ഞാൻ സെപ്പറേറ്റ് കൗൺസിലിങ്ങിന് പോയി. ഇതെല്ലാം ഞാൻ ചെയ്യുന്നു. പക്ഷേ ഇതിലൊന്നും അങ്ങോട്ട് ഇതൊക്കെ ചെയ്തിട്ടും ഈ സിറ്റുവേഷൻസ് ഒന്നും മാറുന്നില്ല, ഈ സ്റ്റൈലൊന്നും മാറുന്നില്ല. അതായത് എവിടെയും അമ്മ മോനെ, അമ്മ അതേ ഇരിക്കണു, അമ്മ അതാ അങ്ങനെ അമ്മ എന്ന് വിളിച്ച്, കുട്ടി അച്ഛൻ്റെ പോലെ മാത്രം ഇരിക്കണു. അതേപോലെ തന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കുട്ടി ഏട്ടൻ്റെ അമ്മ എടുത്താൽ മാത്രമേ കുട്ടി കരയുള്ളൂ, ഞാൻ എടുത്താൽ അവൻ കരയില്ല. പക്ഷേ ആൾക്കാർ വരുമ്പോൾ അമ്മ പറയും അവൻ അച്ഛൻ്റെ അടുത്ത് മാത്രമേ ഇരിക്കുള്ളൂ, അച്ഛൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ എടുത്താലും അവളെടുത്താലും കുട്ടി കരച്ചിൽ നിർത്തില്ല എന്ന്. അപ്പം എനിക്ക് അതെങ്ങനെ എൻ്റെ മോൻ ഞാൻ എടുത്താൽ കരച്ചിൽ നിർത്തുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് അവിടെ പരിഗണിക്കപ്പെടാത്തത്? അവിടെയൊക്കെ പരിഗണിക്കപ്പെടണ്ടേ എന്നുള്ള തോട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ അയ്യോ. അങ്ങനെ നമുക്ക് തോന്നുകയാണ് പരിഗണിക്കപ്പെടണ്ടേ എന്നിങ്ങനെ അപ്പം എനിക്ക് സ്ട്രെസ്സ് കൂടുന്നതിനനുസരിച്ച് പാലും ഉണ്ടാവുന്നില്ല. ഞാൻ ഇപ്പോൾ ഡോക്ടറെ പോയി കണ്ടു സംസാരിച്ചപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു വാതിലടച്ചിട്ട് കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കുക, കുട്ടീനെ സ്നേഹിക്കുക, കൊഞ്ചിക്കുക, ലാളിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാല് തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ പാലുണ്ടാവാൻ വേണ്ടി ഗുളിക ചോദിച്ച് പോയതാണ് ഞാൻ. അങ്ങനെ പാലുണ്ടാവാൻ വേണ്ടി ഗുളികയൊന്നുമില്ല. അപ്പം നിങ്ങളിങ്ങനെ കുട്ടീനെ സ്നേഹിച്ച് ഇതാക്കിയാൽ ഒക്കെ ശരിയാവുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാവരും വരുന്നവരടുത്തൊക്കെ അമ്മ സങ്കടം പറയാൻ, ഏട്ടൻ്റെ അമ്മയ്ക്ക് സഹിക്കാത്ത സങ്കടം. കുട്ടിക്ക് പാല് കൊടുക്കാനില്ല, ഈ വെള്ളം കലക്കി കൊടുക്കലാണ്. അതെന്നെ വല്ലാതെ അങ്ങ് തകർക്കുകയാണ്. അതായത് കുട്ടിക്ക് പാല് കൊടുക്കാനില്ല എന്ന് വീണ്ടും. അപ്പം ഞാൻ അമ്മേനെ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു, അമ്മ അത് പറയുമ്പോൾ എനിക്ക് കൂടുതൽ പാൽ ഇല്ലാണ്ടാവുകയാണ് ചെയ്യരുത്, അമ്മ ഇങ്ങനെ പറയരുത് കേട്ടോ, പ്രത്യേകിച്ച് എൻ്റെ കേൾക്കുക ദയവ് ഇത് പറയരുത്, ഇങ്ങനെ എല്ലാവരോടും പറയും. എനിക്ക് അത് കേൾക്കുമ്പോഴാണ് എനിക്ക് കൂടുതലും വിഷമമാവണത്, അതുകൊണ്ടാണ് എനിക്ക് പാലുണ്ടാവാതെ വരുന്നത് എന്ന് പറഞ്ഞു. ഇതിന് ശേഷം എൻ്റെ അമ്മ എൻ്റെ അമ്മായിയമ്മ ഒരു ദിവസം പോലും അത് പറയാതിരുന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടോ അപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് ഇവർക്ക് വിഷമമുണ്ടായി എന്തോ. അതിനുശേഷമാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് പാലില്ലാത്തതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു. എല്ലാവരോടും, കണ്ട പൂച്ചയോടും കോക്കയോടും ഒക്കെ പാലില്ല, വെള്ളം കളിക്ക്. അങ്ങനെ അങ്ങോട്ട് കടന്നുപോയി ദിവസങ്ങൾ. അവസാനം ഞാനൊരു തീരുമാനം എടുത്തു, ഇവിടെ നിന്ന് വിട്ട് നിൽക്കാം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ 2 അടി നടക്കാവുന്ന ദൂരത്തിൽ ഒരു ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറുന്നത്. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, സാഹചര്യങ്ങളും കൂടെ മനുഷ്യരെ ഡിപ്രഷനിലേക്ക് എത്തിക്കും കേട്ടോ. സാഹചര്യങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ ചിന്താഗതികൾ, അതായത് ഞാൻ ചിലപ്പോഴും വിചാരിച്ചു പ്രഗ്നൻസി ടൈമിൽ നമുക്ക് അംഗനവാടിയിലേക്ക് വിളിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല, അതേപോലെ തന്നെ ഫാമിലീസിനും കൗൺസിലിംഗ് ആവശ്യമാണ്. ഈ പ്രസവിച്ച് കഴിഞ്ഞ പെൺകുട്ടികളെ എങ്ങനെ കെയർ ചെയ്യണം, അവരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും, അവർക്ക് ഈ രീതിയിൽ അവരെ പരിഗണിക്കണം, അതൊക്കെ ഒരു കൗൺസിലിംഗ് ശരിക്കും പറഞ്ഞാൽ കുടുംബങ്ങൾക്കും കൂടി നൽകണം എന്ന് ഞാൻ ചിന്തിച്ച സമയമാണത്. ശരിയല്ല? നിങ്ങൾ പറയും ശരിയല്ലേ? എൻ്റെ ഈ ചിന്താഗതി ശരിയല്ലേ? ശരിക്കും വീട്ടുകാർക്കും വേണം. നമ്മുടെ സ്വന്തം പാരൻസിനാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും വേണം കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടേക്ക് താമസം മാറി പാലിൻ്റെ കാര്യത്തിൽ എൻ്റെ ഞാനിപ്പോൾ ഈ സംസാരിച്ച ക്യാപ്പിൽ ഓക്കെ സുത്തുമണി അമ്മ ഇപ്പോൾ വരാട്ടോ. ശരിക്കും പറഞ്ഞാൽ താമസം മാറിയ പിന്നെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോന് പാല് കൊടുക്കാൻ, അവൻ പാല് കുടിച്ചിട്ടേ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തിരിയുമ്പോൾ അവൻ്റെ ഈ ചുണ്ടിൻ്റെ ഇവിടെ ഇങ്ങനെ പാലിരിക്കുമ്പോഴേ എനിക്ക് മനസ്സിന് എന്തൊരു സന്തോഷമാണെന്നറിയാം. കാരണം എനിക്ക് എൻ്റെ മകന് മനസ്സമാധാനമായിട്ട് ഇത്തിരി പാല് കൊടുക്കാൻ കഴിയുന്ന ഒരു സന്തോഷം, എൻ്റെ ഉള്ളിൽ നിറഞ്ഞ സന്തോഷം, മനസ്സ് നിറഞ്ഞ സന്തോഷത്തിൽ എനിക്ക് അവന് പാല് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്.
കുറേ സ്ട്രഗിൾ ചെയ്യും. ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. തുണി കഴുകൽ, വീട്ടിലെ കാര്യങ്ങൾ ഭയങ്കര സ്ട്രഗിളാണ്. എന്നാലും എൻ്റെ മകനെ എനിക്കൊരു സ്വതന്ത്രമായിട്ടൊന്ന് ചേർത്ത് പിടിച്ച് പാല്, അതായത് സ്വസ്ഥമായിട്ട് പാല് കൊടുക്കാമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ അതാണ്. എന്നാൽ ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് ചിന്തകൾ കൂടുതലാണ്. ഡെലിവറിക്ക് ശേഷമുള്ള ചിന്തകൾ ഭയങ്കര ഓവർ തിങ്കിങ് ആണ് ഞാൻ. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് കേട്ടോ, ഒക്കെ ഭാഗമാണെന്ന് എനിക്കറിയാം. ഞാൻ പല പല കൗൺസിലിങ്ങിന് പോകാൻ ശ്രമിക്കുന്നുണ്ട്. സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇടയ്ക്ക് ഗാർഡനിങ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരുന്നില്ല. അതൊക്കെ നമുക്ക് റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഗതികളാണ്. അങ്ങനെ മനസ്സിനെ കൂളാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പുറത്തൊക്കെ ഇടയ്ക്ക് പോവുക, അതൊക്കെ ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഫുഡ് കഴിക്കാൻ പോകാൻ നോക്കുക. നല്ല ഫുഡ് കഴിക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചാൽ തന്നെ പാലൊക്കെ ഉണ്ടാവും കേട്ടോ. മനസ്സ് റിലാക്സ് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിക്കുക. പച്ചവെള്ളം റിലാക്സ് ചെയ്ത് കുടിച്ചാലും പാലുണ്ടാവും എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ എനിക്ക് ബോധ്യമായി. അപ്പോൾ എനിക്കിതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ച് കുറേ നാളായി. അപ്പോൾ എൻ്റെ മൈക്ക് കംപ്ലൈൻ്റ് ആണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ പഴയ മൈക്ക് എടുത്ത് വെച്ചിട്ടാണ് ഞാനിപ്പം ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ എൻ്റെ പോലെ അനുഭവമുള്ള കുറേ പേരുണ്ടാവില്ലേ. അപ്പോൾ നിങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാം കേട്ടോ. ഷെയർ ചെയ്യപ്പെടാൻ കുഴപ്പമൊന്നുമില്ല. എൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓപ്പൺ ചെയ്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ ബൈ, ലവ് യു ഓൾ. നിങ്ങളെല്ലാം എന്നെപ്പോലെ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കൂളാവുക. എന്താ പറയുക, സൊല്യൂഷൻ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത്രേ പറയാനുള്ളൂ. സൊല്യൂഷൻ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്ത് ചെയ്യാം, നെക്സ്റ്റ് സൊല്യൂഷൻ എന്താ. ഇതിനൊന്നും ഞാൻ മറുപടി പറഞ്ഞില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ. ഇതിനൊക്കെ കൃത്യമായ മറുപടികൾ എനിക്ക് എല്ലായിടത്തും ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഞാൻ കൃത്യമായി റിയാക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.